ഉണ്ടായിരുന്നൊരു വലിയ തേനീച്ചയുടെ കൂടായിരുന്നു. ഇത് നമ്മൾക്ക് നഷ്ടപ്പെട്ട് പോയിരുന്നു. ഇപ്പോൾ ഈ പ്രാവശ്യം ഒരു മാസം മുമ്പ് ഇതിലേക്കൊരു പുതിയ കോളനി വന്ന് കയറിയിട്ടുണ്ട്. ഈച്ച ഈ അടപ്പിലാണുള്ളത്. അത് നമുക്ക് താഴോട്ട് കൊടുക്കൽ അത്യാവശ്യമാണ്. എന്താ വെച്ചാൽ നമുക്ക് തേൻ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യുന്ന വേണം. ഉണ്ടോ, ഇത് ഫുള്ള് താഴെയാണ്, അടപ്പിൽ ആണ് കൂട് കെട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് മെല്ലെ അടിയിലെ റാക്കിലേക്ക് നമുക്ക് കെട്ടിക്കൊടുക്കാം. ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ അടി മെല്ലെ പെട്ടെന്നൊന്ന് മെല്ലെ നമ്മൾ മറിച്ച് കൊടുക്കാം. അപ്പോൾ ഈ താഴെ റാക്കിലേക്കാണ് നമ്മൾ കെട്ടിക്കൊടുക്കാൻ പോകുന്നത്. പുതുതായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചെറിയൊരു അടയാണിത്. റാണി ഇതിൽ മുട്ടിട്ടൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല. മാറ്റി വെക്കാം നമുക്ക്. അപ്പോൾ അടുത്ത അട നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് പുക കൊടുക്കാൻ പറ്റും. കുത്താനുള്ള ചാൻസ് എല്ലാം കൂടുതലാണ്. മതി, ഓവറായിട്ട് കൊടുക്കാനും പറ്റില്ല. അപ്പം നമ്മൾ ഈ ആട നമ്മൾ നല്ല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈച്ചകളൊന്ന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അത്യാവശ്യം നല്ലോണം ഈ മുട്ടകളും പൂമ്പൊടിയൊക്കെ ആയിട്ടുള്ള അട തന്നെയാണിത്. നമുക്ക് ഈ ഇതിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ആദ്യം 2 റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ആ അടൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഇതിലേക്ക് ഈ അട നല്ല കയറ്റി കൊടുക്കുക. തിരിച്ചൊരു റബ്ബർ ബാൻഡ് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അത് ഇതിൽ സെറ്റ് ആയിക്കോളും. അങ്ങനെ ഈ ചെറിയ അട ഇതിലേക്ക് സെറ്റ് ആക്കിക്കോട്ടെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ അമർത്തി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് അട താഴോട്ട് വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയൊരു കെട്ടുകൂടി കൊടുക്കേണ്ടതുണ്ട്. വിട്ടുപോയി, ഇങ്ങനെയൊക്കെ വിട്ടുപോയാൽ നല്ല കുത്ത് കിട്ടുന്നുണ്ട്. സാധാരണ ഈ അട
അടയിൽ ഈച്ച കുറവായത് കാരണമാണ്. ഈ അട നമുക്ക് ഈ കൂട്ടിലേക്ക് വെച്ച് കൊടുക്കാം. ഈച്ചകൾ കൂട് കാണാതെ പരിഭ്രാന്തിയിലാണുള്ളത്. നമ്മൾ അടുത്ത അട എടുക്കാം. നമ്മൾ ആദ്യം ഇതിൽ ചെറിയൊരു പണി നമ്മൾ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട്. ഇതിൻ്റെ അടിപ്പലകയിൽ നന്നായിട്ട് വേസ്റ്റ് ഇവർ വന്നതിനുള്ള ശേഷമുള്ള വേസ്റ്റ് നല്ലോണം അടഞ്ഞു കൂടിയിട്ടുണ്ട്. ഒന്ന് ഒഴിവാക്കി നമുക്ക് വൃത്തിയാക്കി കൊടുക്കാം. അതിനുശേഷം അത് നമുക്ക് 2 റബ്ബർ ഇട്ട് വെച്ചതിന് ശേഷം അട കട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത അട നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലോണം സൂക്ഷിച്ച് വേണം കട്ട് ചെയ്യാൻ. ഈച്ചകളെ മേളിൽ പറ്റിയാൽ അവർ നമ്മളെ ആക്രമിക്കും. നമ്മൾ റാണിനെ നോക്കാനും ഇതിനൊന്നും നിൽക്കുന്നില്ല. നമ്മൾ പെട്ടെന്ന് കൂട്ടിലെ പണി കഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അവർ കൂട് ഉപേക്ഷിച്ച് പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. കാണുകയാണെങ്കിൽ കാണിച്ചു തരും ചെയ്യാം. അതാണ് ആദ്യം ഒന്ന് എന്തായാലും ജസ്റ്റ് ഒന്ന് പുകച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഈച്ചകളെ കുത്ത് കിട്ടാതിരിക്കാൻ ചെറിയൊരു മാറ്റം ഉണ്ടാവും. ഇതാക്കി കൊടുത്താൽ കുത്ത് പുകച്ചു കൊടുത്താൽ. ഇങ്ങനെ റബ്ബർ ഇട്ട് കൊടുക്കണം. എന്താ വെച്ചാൽ അട വീണു പോകില്ല, അങ്ങനെ സെറ്റായി നിൽക്കും. ഇപ്പം നമ്മൾ 3ാമത്തെ അടയും സെറ്റാക്കിയിട്ടുണ്ട്. അടുത്ത അട കട്ട് ചെയ്യാണ്. നമ്മൾ അടയിലേക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി നമ്മൾ റബ്ബർ ഇട്ട് വെച്ചതുകൊണ്ട് പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെങ്ങനെ സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിലും കുറച്ച് ഈച്ചയും കുറച്ച് അടക്ക് ചെറിയ ചെറിയ ഡാമേജുകളൊക്കെ എങ്ങനെ ആയാലും ഉണ്ടാവും. പെർഫെക്ഷൻ ആയിട്ട് എങ്ങനെ ആയാലും നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയൂല. കാരണം അവർ ചെയ്യുന്ന മാതിരി നമ്മളോട് ഒരിക്കലും കണ്ടില്ല. പിടിച്ച ഭാഗത്ത് ചെറിയൊരു ഡാമേജ് വന്നിട്ടുണ്ട്. ഒറ്റ റബ്ബർ കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇത് കൂട്ടിലേക്ക് വെച്ച് കൊടുക്കാം. അടുത്തവിടെ നമ്മൾ കൂട്ടിലേക്ക് വെച്ച് കൊടുക്കാം.
വലിയ അടകൾ മാത്രമാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ചെറുത് നമുക്ക് ഒഴിവാക്കാം. അതായത് ചെറിയ രണ്ട് ഭാഗത്തും ചെറിയ ചെറിയ അടകൾ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. മുട്ടയും പുഴുവൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഒഴിവാക്കി നമുക്ക് പുതിയത് അവർ കെട്ടിക്കോളും. ലാസ്റ്റത്തെ നമ്മൾ ചെറിയ അടയും കൂടി ഇതിന്മേൽ സെറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ഇത് കൂട്ടിലേക്ക് വെക്കാം. ഇനി ബാക്കിയുള്ള ഈച്ചകളും റാണിയും നമ്മളെ ഇതിനുള്ളിലൂടെ ഉള്ള റാണി നമ്മൾ തോനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. പുതിയ കൂടായതുകൊണ്ട് മെല്ലെ നമുക്ക് അടക്കാം. പെട്ടി തൽക്കാലം അവിടെ മേലെ വെക്കുകയാണ് നമ്മൾ. ഇതിൽ കുറച്ച് ഈച്ചകളുണ്ട്. നമ്മൾ കൂടൊന്ന് കെട്ടി കൊടുക്കാം. ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കിയിട്ട് ഇതിലുള്ള ആ റബ്ബർ ബാൻഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി എടുക്കേണ്ടത്. കുറേയൊക്കെ അവർ തന്നെ കടിച്ച് പൊട്ടിക്കുന്നതാണ്. ഇതിന് മേലെ നമുക്ക് മഴ ഉള്ളാക്കാനുള്ള ചാക്ക് വെക്കാം. ചാക്ക് വാറി പോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ജസ്റ്റ് ഒരു മരക്കഷ്ണം വെച്ചതാണ്. അതിനായിട്ടുള്ള തീറ്റ പാത്രമാണ്. നമുക്ക് ഇനി അടുപ്പിച്ച് മഴ പെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ തീറ്റ കൊടുക്കേണ്ടി വരും. ഇതിൻ്റെ പുതിയ അപ്ഡേഷനും തേനട കെട്ടി കൊടുക്കുന്ന സമയത്തുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.